ഹായ്, എല്ലാവർക്കും നമസ്കാരം. റൂട്ടെക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ലോങ് ജേണിയിലാണ്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഗുജറാത്തിലേക്കുള്ള യാത്രയിലാണ്. അതിനിടയ്ക്ക് ഒന്ന് ബെല്ലാരി വഴി ചെറിയൊരു ഡൈവേർഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇത് ഏകദേശം ഞാനിപ്പോൾ ബെല്ലാരി കഴിഞ്ഞ് ഒരു ഈ സിദ്ധാനൂർ എന്ന് പറയുന്ന സ്ഥലം വഴി കൊസ്തഗി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കണക്റ്റ് ആവാൻ പോവുകയാണ്. ആ ഒരു റോഡിലാണ് ഉള്ളത്. ഇപ്പോൾ ഗുജറാത്ത് മോർബിയിലേക്കാണ് യാത്ര. ഏകദേശം 2 ദിവസം എടുക്കുമായിരിക്കും അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് പ്ലാൻ ചെയ്യുന്നത് പൂനെയിൽ സ്റ്റേ ചെയ്യണമെന്നാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 500 കിലോമീറ്റർ എബോവ് ഉണ്ട്. അപ്പോൾ നേരത്തെ എത്തുകയാണെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യും. അല്ല, അതിന് കുറച്ച് ടയർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ സ്റ്റേ ചെയ്യും. ഇതാണ് പ്ലാൻ. പിന്നെ അങ്ങോട്ടുള്ള ക്ലൈമറ്റ് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് ഇപ്പോൾ 2-3 ദിവസത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയേ പോവുള്ളൂ. ഏകദേശം മോർബിയിലേക്ക് മൊത്തം ഒരു 1500 കിലോമീറ്ററോളം 1500-1600 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെ യാത്രാ വീഡിയോസും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്രകൾ കാണാം. ബെല്ലാരി കഴിഞ്ഞിട്ട് അടുത്ത ഒരു ടൗൺ കിട്ടുന്നത് ഈ സിദ്ധാനൂരാണ്. ഈ അത്യാവശ്യം വലിയൊരു ടൗണാണ്. പിന്നെ ഈ ഇതിൻ്റെ ഗ്യാപ്പിലുള്ള ഭാഗങ്ങളെല്ലാം പറഞ്ഞ പോലെ ഗ്രാമപ്രദേശങ്ങളായിരിക്കും കൂടുതലും ഉള്ളത്. വലിയ ടൗണാ അല്ലേ? എല്ലാ ബ്രാൻഡഡ് ഷോപ്സും ഇവിടെ ഉണ്ട്. നമുക്ക് ആട്ടിൻകൂട്ടം നോക്ക്. ഇതിപ്പോൾ ഏകദേശം എത്ര ആട് കാണും? ഒരു 10-200 എണ്ണം കാണൂലേ? ഒരു എന്തായാലും മിനിമം ഒരു 100 എണ്ണം ഇല്ലേ ഉണ്ട്. അപ്പോൾ ഏകദേശം എത്ര എമൗണ്ട് കാണും? ഇങ്ങനെ കാണുമ്പോൾ ചെറിയ ബിസിനസ് ആവും, പക്ഷെ അത്യാവശ്യം നല്ല ബിസിനസ്സാണ് അല്ലേ? എല്ലാവരും കൂടുതലും ആൾക്കാർ ഇത് ചെയ്ത് കാണുന്നില്ലേ? ഇനി കൊസ്തഗിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 40 കിലോമീറ്ററോ? കൊസ്തഗി എന്നല്ലേ നമുക്ക് മറ്റേ ബാംഗ്ലൂർ ഹൈവേ കിട്ടുക അല്ലേ? അതെ, നല്ല കിട്ടുക. ഇവിടെ ഫുള്ള് മറ്റേ ഈ റൈസ് മില്ലുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ കൊസ്തഗി, സിരുഗുപ്പ, ബെല്ലാരി ലൈനിലൊക്കെ കൂടുതലും റൈസിൻ്റെ ഒക്കെ ഫാക്ടറീസ് കൂടുതലാണ്. ഇത് ഡൽഹി വേൾഡ് സ്കൂള്. ഇവിടെ ഒരുപാട് വലിയ സ്കൂളുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. കൊസ്തഗിയിലേക്ക് ആക്ച്വലി 40 കിലോമീറ്റർ മുകളിലുണ്ട്. അപ്പോൾ സിംഗിൾ ലൈൻ റോഡാണ്. ബെല്ലാരി കഴിഞ്ഞിട്ട് അടുത്ത് കണ്ടത് ഇപ്പോൾ നമ്മൾ ബാക്കിൽ കണ്ട ടൗണ്. അത് കഴിഞ്ഞിട്ട് ഇനി ബാംഗ്ലൂർ ഹൈവേയിൽ ആ ഒരു ഹൈവേ മുംബൈ പൂനെ ഹൈവേ കിട്ടുമല്ലോ, ആ ഹൈവേയിലാണ് എത്തുക. അത് കൊസ്തഗി എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് എത്തുക. എന്നാലും ഈ ഒരു സൈഡിൽ, കർണാടക സൈഡിൽ അങ്ങനെ എന്താ പറയുക, ഒരു മഴയുടെ ഇതായിട്ടില്ല. പക്ഷെ ഇപ്പം അങ്ങോട്ടങ്ങോട്ട് പോകും തോറും മഴയുടെ ഒരു ഇത് ക്ലൈമറ്റൊക്കെ ചേഞ്ചായി കാണുന്നുണ്ട്. നമ്മളിങ്ങനെ നാട്ടും പ്രദേശത്തൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറേ കാഴ്ചകളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഒരു ആട്ടുംകൂട്ടം വരുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ കൃഷി ഈ പറഞ്ഞ പോലെ നെൽകൃഷി കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള ആട്, പശു, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ വരുമാന മാർഗങ്ങൾ. മൊത്തം കൃഷിയാണ് ഇവരുടെ. ഇപ്പം നമ്മൾ പോകുന്ന ഒരു സിംഗിൾ ലൈൻ റോഡാണ്. അതിൻ്റെ 2 സൈഡും ഫുൾ കൃഷി സ്ഥലങ്ങളാണ്. ഈ പറഞ്ഞ ഗ്രാമപ്രദേശം. ഇപ്പോൾ നമ്മളൊരു കൊസ്തഗി എന്ന് പറയുന്ന സ്ഥലം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഹൈവേ ആവും. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊന്നും കിട്ടില്ല. പിന്നെ ഇത്തിരി നേരത്തെയാണെന്നുള്ളതാണ് ഒരു വ്യത്യാസം. കാരണം നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞ് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഫുൾ നെൽപ്പാടങ്ങൾ, കംപ്ലീറ്റ് കൃഷിയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കാണാൻ ഭയങ്കര രസമായിരിക്കും. ഭയങ്കര ഗ്രീനിഷ് ആയിട്ടുള്ള സ്ഥലമായിരിക്കും.
ഇപ്പോൾ പക്ഷേ ഇങ്ങനെയല്ല, ഫുള്ള് ഡ്രൈ ആയിട്ടുള്ളത്. എല്ലാവരും തുടങ്ങിയിട്ടേ ഉള്ളൂ. വിത്തുകളൊക്കെ പാകി അത് റെഡിയായി വരും. നമുക്ക് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഏരിയ മാത്രം അവർ കുറച്ച് ഇത് വിത്ത് നട്ടിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് എടുത്തതിന് ശേഷം അവർ ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ട് കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വിത്ത് എടുത്തിട്ട് നടാൻ തുടങ്ങും. ഞാറ് നടുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ വെൽക്കം ടു ടൗൺ പഞ്ചായത്ത് തുറുവിഹാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഇവർ ഈ നെല്ല് നട്ടിട്ടുണ്ട്, വിത്ത് പാകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള പോർഷനിൽ അവർ നട്ടിട്ടുണ്ട്. ഇനി അത് മൊത്തം പറിച്ച് അവർ എല്ലായിടത്തും നടും. അങ്ങ് ദൂരെ കാണുന്നതാണല്ലേ, അതാണ് വിൻമില്ലുകളാണ് കാണുന്നത്. ഈ ഒരു കർണാടകേൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം ഒരുപാടുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അടിപൊളി ഒരു കാഴ്ച കണ്ടിട്ട് വണ്ടി നിർത്തിയതാണ്. അതുകൊണ്ട് അങ്ങ് ദൂരെ സൺഫ്ലവർ പാടാണ് ആ കാണുന്നത്. നമുക്കതവിടെ അടുത്ത് പോയി കണ്ടിട്ട് വരാം. കാടാണ്. മുള്ള് നോക്കണം. ആ അടിപൊളി. നമുക്കിവിടെ അടുത്ത് പോകാൻ എനിക്കൊന്ന് കുറച്ച് അപ്പുറത്തൂടെ പോകേണ്ടി വരും തോന്നുന്നു. ഇവിടുന്ന് പാടമാണ്, നടന്ന് പോകാൻ പറ്റും. പോവാല്ലേ? ഇത് നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇത് സൺഫ്ലവർ തന്നെ ചെയ്യുമായിരിക്കും. അവിടെ ചേട്ടന് ഇരിപ്പുണ്ട്, എന്തെങ്കിലും പറയുമെന്നറിയില്ല. അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മൾ അടുത്തെത്തി. സൂപ്പർ. ഇതാണ് സൺഫ്ലവർ. ഫ്ലവർ നോക്ക്. വാവ്, എന്ത് രസമല്ലേ. ഇതിപ്പം ആയിട്ടല്ലേ ഉള്ളൂ അല്ലേ? അതെ, നീ ഇത് ഉണങ്ങി വരണം. ബ്യൂട്ടിഫുൾ. ഇവിടെ 2 ആൾക്കാർ ഇരിപ്പുണ്ട്. അടിപൊളി. വാവ്. ഇതിൻ്റെ മൊട്ട് ഇത് ഇങ്ങനെ വിരിഞ്ഞു വന്നത്. വാവ്. ഇത് കുഞ്ഞു മൊട്ടിതാ. ഏകദേശം നമ്മുടെ ഒരാളുടെ ഒരു 4 അടി 5 അടി ഹൈറ്റ് ഉണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ. സൂപ്പർ. നല്ല അടിപൊളിയായിരുന്നു സൂര്യകാന്തി പൂവ്. ഇനിയിപ്പോൾ തിരിച്ചു പോവാം. അപ്പോൾ ഇനി കയറാം. യെസ്, കുസ്തകിയിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് റൈറ്റ് ആ മുകളിൽ ആ കാണുന്ന ഫ്ലൈ ഓവറിലേക്കൂടെയാണ് പോകേണ്ടത്. അതാണ് മെയിൻ ഹൈവേ. ഇപ്പം തന്നെ ഏകദേശം 4 മണിയായി. അപ്പോൾ പൂനെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും 11-12 മണി ആവുമെന്നാണ് കാണിക്കുന്നത്. പൂനെ വരെ എത്താൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോവാം. മെയിനായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതിനൊരു നല്ലൊരു റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ നോക്കണം. ഹൈവേയിൽ കയറിയിട്ട് എവിടെയെങ്കിലും സൈഡിൽ ഉണ്ടാവുമെന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ 4 മണിയായില്ലേ. പിന്നെ ലൈറ്റായിട്ട് ഒന്ന് ബിസ്ക്കറ്റ് അങ്ങനെ കഴിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ വേണം കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ഈ എന്താ പറയുക വില്ലേജ് ഏരിയസിലേക്കൂടെ വന്നത്. പിന്നെ നല്ല റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ പുറത്തുനിന്നെല്ലാം അധികം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരണ്ടല്ലോ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഹൈവേയിൽ ഇപ്പോൾ കയറിയിട്ട് കഴിക്കണം. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഏകദേശം CNG ഇപ്പോൾ ഹാഫ് ടാങ്ക് ഉള്ളൂ. ഇനിയിപ്പം ഇവിടെ എവിടെയെങ്കിലും അടുത്ത് CNG പമ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. CNG ഫില്ല് ചെയ്യണം. CNGയിൽ ഓടിയാൽ മാത്രമേ നമുക്ക് മുതലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഹൈവേയിൽ കിട്ടും.
നാഷണൽ ഹൈവേ 15 ആണിത്. National Highway 50 for 23 kilometers. ഇത് നാഷണൽ ഹൈവേ 15 ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മെർജായി. ഇനിയിപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പുകൾ വ്യക്തമായി നിരീക്ഷിക്കണം. കാര്യം നമുക്ക് CNG കിട്ടണം. അപ്പോൾ എല്ലാ പമ്പുകളും മാറി മാറി നോക്കണം. ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും, ചിലപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും. വാവ്, ഹൈലക്സ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഈ യു ടേൺ എടുത്ത് ചിലപ്പോൾ അങ്ങനെ നോക്കേണ്ടി വരും. എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ നിന്ന് അടിക്കുക. മാപ്പിൽ നോക്കിയാൽ അങ്ങനെ വ്യക്തമായിട്ട് കാണില്ല. അപ്പം അതുകൊണ്ട് നോക്കി നോക്കി വേണം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം കണ്ടില്ല, CNGയിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആവറേജ് ഒരു 80 കിലോമീറ്റർ 2000 RPM മെയിൻറ്റെയിൻ ചെയ്താലാണ് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുക. എന്തായാലും അങ്ങനെ ചെയ്യുമ്പോഴത്തെ എങ്ങനെ പോയാലും ഒരു 25 to 30 കിലോമീറ്റർ മൈലേജ് കിട്ടും CNGയിൽ. അപ്പോൾ വളരെ എക്കണോമിക്കലായിട്ട് പോയി വരാൻ പറ്റും. പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഓർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ യാത്രയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്കാരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കണം, അവിടെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ മഴയും കാര്യങ്ങളും സിറ്റുവേഷൻ എങ്ങനെ. ഇപ്പം മാപ്പിലൊന്നും നോക്കുമ്പോൾ അങ്ങനെ ഫ്ലഡിൻ്റെ ഇതൊന്നും കാണിക്കുന്നില്ല. ഇന്ന് ജൂലൈ 10th ആണ്. അപ്പോൾ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഒരു താവ അല്ലെങ്കിൽ ഒരു ലോറി യാർഡാണ് അവിടെ മൊത്തത്തിൽ. താവയാണ് ഫുള്ള് ലോഡും കൊണ്ട് വരുന്ന വണ്ടികൾ. അതായത് ബാംഗ്ലൂർ ലൈനിൽ നമ്മുടെ കേരളത്തിലേക്കും മറ്റൊക്കെ ആയിട്ട് വരുന്ന വണ്ടികൾ കിടക്കുന്നതാണ്. ഇനി സ്റ്റാലിയൻ്റെ പുതിയ വണ്ടികളായി പോകുന്നത്. സ്റ്റാലിയൻ അടിപൊളിയല്ലേ? ആ റൂട്ടിൽ അങ്ങോട്ടാണ് പോകുന്നത് ഹൈവേയിൽ. അപ്പം CNG പമ്പ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നേരെ റൈറ്റ് സൈഡിലാണ്. സോ നേരെ യു ടേൺ എടുത്ത് ഫ്ലൈ ഓവർ കയറി നേരെ ഇപ്പുറത്ത് വന്നു. ഇനിയിപ്പോൾ ഈ ലൈനിൽ കിട്ടാൻ പറ്റും. ഇപ്പോൾ സർവീസ് റോഡ് വഴി അങ്ങോട്ട് പോകണം. അവിടെയാണ് പമ്പുള്ളത്. തിരിച്ച് ഹൈവേ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഈ ഹൈവേയിൽ ഈ ഒരു റൈറ്റ് സൈഡ് റോഡിൽ വന്ന് യു ടേൺ എടുത്ത് അഗെയിൻ അപ്പുറത്ത് പോകണം. ഒരു മൊത്തത്തിലൊരു 1 കിലോമീറ്റർ എങ്ങനെ പോയാലും ഒന്ന് ചുറ്റിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കാരണം CNG ആയതുകൊണ്ട് ഇനിയിപ്പോൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു 200 കിലോമീറ്റർ എന്തായാലും കുഴപ്പമില്ല. അതിനിടയ്ക്ക് എന്തായാലും വേറെ പമ്പുകൾ കിട്ടും. തീരെ ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രശ്നം. ഇവിടെയാണ് പമ്പ്. അതാ നെക്സ്റ്റ് പമ്പിലാണ് CNG ഉള്ളത്. നമ്മളിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്, ഈ സൈഡിലേക്ക്. അങ്ങനെ പമ്പിൽ എത്തി. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CNG ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. സംഭവം മെഷീൻസ് എല്ലാം ഓഫാണ്. വന്നത് വെറുതെ ആയെന്ന് വേണം പറയാൻ. ചോദിച്ചു നോക്കട്ടെ. ഈ വണ്ടി CNG അടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ പുള്ളിക്കാരൻ എന്തോ സംസാരിക്കുന്നുണ്ട്. CNG ഇല്ല. പക്ഷെ ഉണ്ട്, വണ്ടിയിൽ CNG ഉണ്ട് ആക്ച്വലി. ഇനി 3 ഘട്ടം കൂടെ ഉണ്ട്. എന്തായാലും ഇനി പോവാം. 500 പെട്രോള്. ഇത് ബോൺലെസ് ചിക്കൻ, ബട്ടർ ചിക്കനും ബട്ടർ നാനും. നല്ല കുഴപ്പമില്ല. ഒരു ധാബയെന്നാണ്. 2 ബട്ടർ നാനും പറഞ്ഞു, ഒരു ബട്ടർ ചിക്കനും പറഞ്ഞു. കുഴപ്പമില്ല. ഇതൊരു ധാബയാണ്. ഇത് ധാബയിലെ ഫുഡാണെങ്കിലും നല്ല സ്പൈസി അല്ല. ശരിക്കും മഹാരാഷ്ട്ര ലൈനൊക്കെ എത്തുമ്പോഴത്തേക്കും സ്പൈസസ് കൂടുതൽ ഇടാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ അത്ര ഇല്ല. രസമുണ്ട്.
നമ്മുടെ ഹൈദരാബാദ് സൈഡൊക്കെ ഭയങ്കര സ്പൈസിയാണ്. ഇതങ്ങനെ ഇല്ല, കുഴപ്പമില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇപ്പം 5 മണിയായി. അപ്പം എങ്ങനെ പോയാലും പൂനെയിലെത്തുമ്പോൾ ഒരു 12 മണി ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കിനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ആ ഹൈവേയിലാണ് കയറേണ്ടത്. ഈ സർവീസ് റോഡ് പോയിട്ട് അവിടെ ഒരു എൻട്രി ഉണ്ട്, അതിലൂടെ കയറാം. ഇത് മെയിൻ ഹൈവേ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ലോറികളാണ്. അതുകൊണ്ട് തന്നെ അത്ര ഫ്രീ ഒന്നും അല്ല റോഡ്. ഇപ്പം 2 സൈഡും ഫുൾ പാക്ഡ് ആണ്. പിന്നെ ഭയങ്കര സ്പീഡിൽ പോകുന്നവർക്ക് പോകാൻ പറ്റും, കുറച്ച് റിസ്ക് ആണെന്ന് മാത്രം. നമ്മുടെ കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റേറ്റ് കുറവാണ്. ഇവിടെ 91 ഉള്ളൂ. ടാങ്ക് ഫുള്ളായി. 6 പ്രഷർ കുറച്ച് കുറവായിരുന്നു തോന്നുന്നു. ഇതിനൊക്കെ ഒരു കട്ട 2 കട്ട ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ 6 kg ആണ് കയറിയിട്ടുള്ളത്. 551 രൂപ. അങ്ങനെ CNG അടിച്ച് ഒരു ചായയും കുടിച്ച് വണ്ടി എടുത്തു. ഫുള്ള് ട്രാഫിക്കാണ്, വലിയ ലോറികളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ മഴയുടെ യാതൊരു ഇതും കാണുന്നില്ല. അന്വേഷിച്ച് പറഞ്ഞത് 2 ദിവസം മുമ്പ് വരെ മഴ ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ അറിയാം എന്താ സ്ഥിതി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പം ഇങ്ങനെ ഓരോ ലേറ്റ് ആവും തോറും അരമണിക്കൂർ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഹാൾട്ട് വരുന്നുണ്ട്. കുറച്ച് ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ 2 മണി കഴിയും എത്താൻ വേണ്ടിയിട്ട്, പൂനെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ പോകുന്നത്. അതുകൊണ്ട് കാര്യമായ നമുക്ക് അത്രയും പെട്ടെന്നൊന്നും എത്താൻ പറ്റില്ല, അത്രയും കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റില്ല. എന്തായാലും പതുക്കെ പോവാം. ഇപ്പോൾ സമയം ഏകദേശം 5:45. ഇനിയിപ്പോൾ ഏകദേശം ഒരു 2 മണി വരെ ഓടണം. 400 സംതിങ് കിലോമീറ്റർ ഉണ്ട് പൂനെക്ക്. സോ വളരെ സ്ലോ ആണ് യാത്ര ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഓവർ ടയേർഡാകുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല, കാരണം ക്ലൈമറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. പുറത്താണെങ്കിലും നല്ല ക്ലൈമറ്റാണ്, അങ്ങനെ ചൂടുമില്ല തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്, ഓക്കെയാണ്. ഇപ്പോൾ കുറച്ച് റോഡ് ഫ്രീ ആയി.